റാപ്പർ വേടനെ സ്ഥിരം കുറ്റവാളിയാക്കാൻ ശ്രമം നടക്കുന്നതായും രാഷ്ട്രീയ ഗൂഢാലോചന സംശയിക്കുന്നതായും ആരോപിച്ച് മുഖ്യമന്ത്രിക്ക് പരാതി നൽകി കുടുംബം. തുടരെ ഉയരുന്ന ആരോപണങ്ങളിൽ രാഷ്ട്രീയമായ ഗൂഢാലോചന സംശയിക്കുന്നുണ്ടെന്ന് സഹോദരൻ പരാതിയിൽ പറയുന്നുണ്ട്. വേടനെ സ്ഥിരം കുറ്റവാളിയാക്കാൻ ശ്രമം നടക്കുന്നതായും കുടുംബം പരാതിയിൽ ആരോപിച്ചിട്ടുണ്ട്. അതേസമയം ബലാത്സംഗ കേസിൽ റാപ്പർ വേടനെ തൃക്കാക്കര പോലീസ് ബുധനാഴ്ച അറസ്റ്റ് ചെയ്തിരുന്നു. തുടർന്ന് മുൻകൂർ ജാമ്യമുള്ളതിനാൽ വൈദ്യപരിശോധനയ്ക്ക് ശേഷം വിട്ടയച്ചു. വേടനെതിരെ ഡിജിറ്റൽ തെളിവുകളടക്കമുണ്ടെന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. തൃക്കാക്കര ACPയുടെ നേതൃത്വത്തിലുള്ള ചോദ്യം ചെയ്യലിന് പിന്നാലെയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. എല്ലാം പിന്നീട് പറയാമെന്നായിരുന്നു വേടന്റെ പ്രതികരണം. വിവാഹ വാഗ്ദാനം നൽകി 5 തവണ പീഡിപ്പിച്ചെന്നായിരുന്നു വേടനെതിരായ യുവ ഡോക്ടറുടെ പരാതി. എറണാകുളം സെൻട്രൽ പോലീസ് രജിസ്റ്റർ ചെയ്ത ബലാത്സംഗ കേസിൽ കഴിഞ്ഞ ദിവസം വേടന് കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നു. എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതിയാണ് മുൻകൂർ ജാമ്യം അനുവദിച്ചത്. ലൈംഗിക ആരോപണങ്ങൾക്കിടെ കഴിഞ്ഞ ദിവസം വേടൻ സംഗീത പരിപാടിയിലും പങ്കെടുത്തിരുന്നു. പത്തനംതിട്ട ജില്ലയിലെ കോന്നിയിൽ നടന്ന സംഗീത പരിപാടിയിലാണ് വേടൻ പങ്കെടുത്തത്. ആരോപണ വിധേയനായി മാറി നിന്നതിനു ശേഷം ഏറെ നാളുകൾക്ക് ശേഷമാണ് വേടൻ ഒരു സംഗീത പരിപാടിയിൽ പങ്കെടുക്കുന്നത്. താൻ എവിടെയും പോയിട്ടില്ലെന്ന് വേടൻ പരിപാടിക്കിടെ പറഞ്ഞിരുന്നു. ഒരുപാട് ആളുകൾ വിചാരിക്കുന്നത് വേടൻ എവിടെയോ പോയി എന്നാണ്. ഒരു കലാകാരൻ ഒരിക്കലും എവിടെയും പോകുന്നില്ല. താൻ എന്റെ ഈ ഒറ്റ ജീവിതം ജനങ്ങളുടെ മുന്നിൽ ജീവിച്ചു മരിക്കാൻ തന്നെയാണ് വന്നിരിക്കുന്നതെന്നാണ് വേടൻ സംഗീത പരിപാടിക്കിടെ പറഞ്ഞത്. കോന്നി കരിയാട്ടം സമാപന ദിവസമാണ് വേടന്റെ സംഗീത പരിപാടി അരങ്ങേറിയത്.